നമസ്കാരം, പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് SSC MGSന് ആവറേജ് എന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടോ. അപ്പൊ നമുക്ക് നോക്കി തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യ ക്വസ്റ്റ്യൻ എന്താ? ദ ആവറേജ് ഓഫ് ദ ഫസ്റ്റ് 1234 ഡാഷ് നമ്പർ ഈസ് ഈക്വൽ ടു 1234 fill in the blanks. ഓക്കെ, എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഏത് 1234 നമ്പേഴ്സിന്റെ ആവറേജ് ആണ് 1234 തന്നെ വരുന്നത്. അതാണ് ക്വസ്റ്റ്യൻ. ഓഡ് നമ്പറിന്റെ ആണോ, ഈവൻ നമ്പറിന്റെ ആണോ, പ്രൈം നമ്പറിന്റെ ആണോ, നാച്ചുറൽ നമ്പറിന്റെ ആണോ? ഓക്കെ, ഏതോ ഒരു 1234 നമ്പേഴ്സിന്റെ ആവറേജ് എന്താ? 1234 തന്നെയാന്ന് പറയുന്നു അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. ഇതിനു മുമ്പ് ആവറേജ് എന്താണെന്ന് അറിയണം. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? സം ഡിവൈഡഡ് ബൈ നമ്പർ. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? സം ഡിവൈഡഡ് ബൈ നമ്പർ ആണ് ആവറേജ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താ? ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് ഓഡ് നമ്പേഴ്സ്. ആദ്യത്തെ 1234 ഓഡ് നമ്പേഴ്സിന്റെ ആവറേജ് ആണ് എന്ത്? 1234. കറക്റ്റ് ആണോ നോക്കാം. അപ്പം ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? സം വേണം, വേണ്ടേ? ഓഡ് നമ്പേഴ്സിന്റെ സം എന്താ? 1 മുതൽ n വരെയുള്ള ഓഡ് നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ n² ആണ്. 1 മുതൽ n വരെയുള്ള ഓഡ് നമ്പേഴ്സിന്റെ സം എന്താ? n². അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ആവറേജ് എന്ന് പറഞ്ഞാൽ സം ബൈ നമ്പർ ആണ് അല്ലെ? ഇവിടെ സം എന്താന്ന് പറഞ്ഞു? n² ആണ് സം എന്ന് പറഞ്ഞു. ഇവിടുത്തെ നമ്പർ എത്ര? 1 മുതൽ എത്ര സംഖ്യകളുണ്ട്? n വരെയുള്ള സംഖ്യകളുണ്ട്. അപ്പം ബൈ നമ്പർ എത്ര? n. ആവറേജ് എന്ത് വന്നു? n വന്നു. മനസ്സിലാവുന്നുണ്ടോ? n നമ്പേഴ്സ് ഉണ്ട്, ആവറേജ് എത്ര വന്നു? n തന്നെ വന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ആദ്യത്തെ 1234 ഓഡ് നമ്പേഴ്സിന്റെ ആവറേജ് ആണ് എന്തിന് ഈക്വല്? 1234 ഈക്വൽ. എങ്ങനെ വേണമെങ്കിലും മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറയാം. ആവറേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താ? സം ബൈ നമ്പർ. ആവറേജ് എന്ന് പറഞ്ഞാല് സം ബൈ നമ്പർ ആണ്. ഇവിടെ നോക്കേ, ആദ്യത്തെ കേസ് നമ്മൾ ഓഡ് നമ്പർ എടുത്തു അല്ലെ? ഫസ്റ്റ് കേസിൽ ഓഡ് നമ്പർ എടുക്കുമ്പോ ഫസ്റ്റ് കേസിൽ നമ്മൾ എടുത്തതാ ഓഡ് നമ്പർ എടുത്തു. ഓഡ് നമ്പറിന്റെ സം നമുക്കറിയാം. ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞാല് 1 മുതൽ ഇപ്പം n വരെയുള്ള ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ n² ആണ്. ആവറേജ് എന്ന് പറഞ്ഞാല് സം ബൈ നമ്പർ. n² ബൈ n. ആൻസർ എന്താ? n വന്നു. n നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ ആവറേജ് എന്ത് തന്നെയായിരിക്കും? n തന്നെയായിരിക്കും. അതേപോലെ ഇവിടെ 1234 നമ്പേഴ്സ് ഉണ്ട്, പക്ഷെ ആ നമ്പേഴ്സിന്റെ ആവറേജ് എന്താ? 1234 തന്നെ. അപ്പം 1234 ഓഡ് നമ്പേഴ്സിന്റെ ആവറേജ് എന്താവത്തുള്ളൂ? ആ നമ്പർ തന്നെ ആവത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ എന്താ? ഓഡ് നമ്പേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. fill in the blank. The average of first 101 dash numbers is equal to 102. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യന്റെ വേറൊരു ടൈപ്പ്. അപ്പം ഇവിടെ നോക്കേ, ഫസ്റ്റ് ഓപ്ഷൻ നാച്ചുറൽ ആണ്, സെക്കൻഡ് ഓഡ് നമ്പേഴ്സ് ആണോ, ഈവൻ ആണോ, പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ നമ്മൾ നോക്കി എന്താ? നാച്ചുറൽ നമ്പേഴ്സ് ആ. വീണ്ടും ഞാൻ പറയുന്നു, ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ആവറേജ് എന്ന് പറഞ്ഞാൽ സം ബൈ നമ്പർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കേസ് എടുക്കുമ്പോ 1 മുതൽ എക്സെട്രാ ടു n, 1 മുതൽ n വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്താ? n ഇൻറ്റു n പ്ലസ് 1/2 ആണ് അല്ലെ? സം ഇതാണ്. 1 മുതൽ n വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്താ? n ഇൻറ്റു n പ്ലസ് 1/2 ആ. പക്ഷെ നമ്മുടെ സം ആണോ വേണ്ടേ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആവറേജ് ആ പറഞ്ഞിരിക്കുന്നത്. അപ്പം ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? സം ബൈ നമ്പർ. അപ്പൊ ഡിവൈഡ് ബൈ n ചെയ്യണ്ടേ? n ക്യാൻസൽ ചെയ്തപ്പോൾ ആൻസർ എന്ത് വന്നു? n പ്ലസ് 1/2 വന്നു. പക്ഷെ ഇവിടെ നോക്കേ, 101 നമ്പേഴ്സിന്റെ ആവറേജ് എത്ര എന്നാ പറഞ്ഞേക്കുന്നേ? 102 ആണെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നാച്ചുറൽ നമ്പർ വരുമോ? ഇവിടെ 101 ആയാല് 101 പ്ലസ് 1/2 എന്നല്ലേ വരൂ. അപ്പൊ ഈ കറക്റ്റ് ആണ് ആൻസർ? അല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ആദ്യത്തെ ഓപ്ഷൻ തെറ്റാണെന്ന് പറയാം. രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ പറഞ്ഞു, ഓഡ് നമ്പേഴ്സിന്റെ കേസിൽ പറഞ്ഞു എത്ര ഓഡ് നമ്പർ ഉണ്ടോ ആ സെയിം നമ്പർ തന്നെയായിരിക്കും എന്ത്? അതിന്റെ ആവറേജ്. ഇപ്പൊ 10 ഓഡ് നമ്പർ ഉണ്ടെങ്കിൽ അതിന്റെ ആവറേജ്
ആവറേജ് എന്താ 10 തന്നെയായിരിക്കും. 15 എണ്ണം ഉണ്ടെങ്കിലോ 15 തന്നെയായിരിക്കും. അപ്പൊ ഇതുമല്ലെന്ന് മനസ്സിലായി. ഇവിടെ എന്താ ഏതോ ഒരു 101 നമ്പേഴ്സിന്റെ ആവറേജ് എന്താ ഒന്ന് കൂടിയതാ 102 ആണ്. അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം, ഈവൻ. അടുത്ത നമ്പേഴ്സ് എന്താ ഈവൻ നമ്പേഴ്സ്. അപ്പൊ നമ്മൾ ഇവിടെ അറിയണം 2, ആദ്യത്തെ നമ്പർ 2 ആണല്ലോ. ആദ്യത്തെ ഈവൻ നമ്പർ ഏതാ 2. 2 പ്ലസ് n, 2 പ്ലസ് എക്സെട്ര അപ് ടു n. അതായത് ആദ്യത്തെ ഫസ്റ്റ് 2 മുതൽ n വരെയുള്ള സംഖ്യകളുടെ ഈവൻ നമ്പേഴ്സിന്റെ സം എന്താ n ഇൻറ്റു n പ്ലസ് 1. ഈവൻ നമ്പേഴ്സിന്റെ സം എന്താ n ഇൻറ്റു n പ്ലസ് 1 ആണ്. അപ്പൊ ഇവിടെ നോക്കേ, സം ആണ് n ഇൻറ്റു n പ്ലസ് 1. അപ്പം ആവറേജോ സം ബൈ നമ്പർ. അപ്പം n ഇൻറ്റു n പ്ലസ് 1 ബൈ n. ഈ എന്നും ഈ n ക്യാൻസൽ ആയി പോയില്ലേ. ആൻസർ എന്ത് വന്നു n പ്ലസ് 1 വന്നു അല്ലെ. ഇത് ആവറേജ് ആണ് n പ്ലസ് 1. ഇപ്പോൾ നോക്കേ, ഇവിടെ n എന്ന് പറഞ്ഞാൽ എത്ര? n എന്ന് പറഞ്ഞാൽ 101 നമ്പേഴ്സാ അല്ലെ. ഇതിന്റെ ആവറേജ് ആണ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നു n പ്ലസ് 1. അപ്പൊ n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താ 102. അതായത് ആദ്യത്തെ 101 ഈവൻ നമ്പേഴ്സിന്റെ ആവറേജ് ആണ് എന്തിന് ഈക്വല് 102 ഈക്വല്. മനസ്സിലാവുന്നുണ്ടോ? ആദ്യത്തെ 101 ഈവൻ നമ്പേഴ്സിന്റെ ആവറേജ് എന്ത് ഈക്വലാ? അതിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത്, അതായത് 101 നമ്പേഴ്സ് ആണെങ്കിൽ ആവറേജ് എന്തായിരിക്കും 102 ആയിരിക്കും. 102 നമ്പേഴ്സ് ആണെങ്കിൽ ആവറേജ് എന്തായിരിക്കും 103 ആയിരിക്കും. ഇനി 500 നമ്പർ ആണെങ്കിലോ ആവറേജ് എന്തായിരിക്കും 501 ആയിരിക്കും. എത്ര നമ്പർ ഉണ്ടോ അതിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നതായിരിക്കും എന്ത് ഈവൻ നമ്പേഴ്സിന്റെ ആവറേജ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫസ്റ്റ് ആണ് ആദ്യത്തെ ആണ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 101 നമ്പേഴ്സ്. ഓക്കെ, മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The average of 4 brothers is 15 years. If their father is included, the average age is increased by 5 years. The age of the father is. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഇവിടെ ഞാൻ മുന്നേ പറഞ്ഞ കൺസെപ്റ്റ് ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ സം ബൈ നമ്പർ. ഈ ഒരു കൺസെപ്റ്റ് വേണം എപ്പോഴും. ഒരു പ്രോബ്ലം ആവറേജിന്റെ ഒരു പ്രോബ്ലം കാണുന്ന സമയത്ത് ഈ ഒരു കൺസെപ്റ്റ് വേണം. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ സം ബൈ നമ്പർ ആണ്. ഇവിടെ നോക്കേ, the average age of 4 brothers is 15 years. അപ്പൊ 4 ബ്രദേഴ്സ്, ഈ 4 ബ്രദേഴ്സിന്റെ ആവറേജ് ഏജ് ആണ് എന്ത് 15 അല്ലെ. ഞാൻ പറഞ്ഞു ആവറേജ്, ഇത് ആവറേജ്. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ സം ബൈ നമ്പർ ആണ്. ഈ നമ്പർ ആണ് എത്ര 4, ആവറേജ് 15. അപ്പം ഇവിടെ നമുക്ക് സം എന്ത് കിട്ടും? സം എന്ന് പറഞ്ഞാല് 15 ഇൻറ്റു 4 എത്ര വന്നു 60 വന്നു. അതായത് 4 ബ്രദേഴ്സിന്റെയും കൂടി ആവറേജ് എത്ര? ആവറേജ് 60 ആണ് അല്ലെ. അടുത്ത സെൻസ് ഓക്കെ, if their father is included, ഫാദറും കൂടി ചേരുമ്പോൾ the average is increased by 5. ഫാദറും കൂടി ചേരുമ്പോൾ ആവറേജ് എന്ത് ചെയ്യുന്നു? ആവറേജ് ഒരു 5 ഇൻക്രീസ് ചെയ്യുന്നു അല്ലെ. അപ്പം ഇവിടെ ആദ്യം 4 ബ്രദേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ 4 ബ്രദേഴ്സിനൂടെ ഫാദർ കൂടെ ചെയ്യുമ്പോൾ എത്ര പേരായി? 5 പേരായില്ലേ. ഈ 5 പേരാകുമ്പോ ആവറേജ് 5 ഇൻക്രീസ് ചെയ്യുന്നു. ആദ്യത്തെ ആവറേജ് എത്ര ആയിരുന്നു? 15 ആയിരുന്നു. 5 ഇൻക്രീസ് ചെയ്യുന്ന പറയുമ്പോൾ എത്രയായി? 20 ആയി. അപ്പൊ ഈ കേസിലെ സം എന്താ? ഈ കേസിലെ സം 20 ഇൻറ്റു 5 എത്ര? 100 വന്നു. ഓക്കെ, അപ്പം ഫാദറും 4 ബ്രദേഴ്സും ഇവരെല്ലാവരും ചേർന്നിട്ട് എത്ര? ഇവരുടെ ഏജിന്റെ സം എത്ര? 100 ആണ്. പക്ഷെ ഈ 4 ബ്രദേഴ്സിന്റെ സം എത്ര? 60 ആണ്. അങ്ങനെ ഫാദറിന്റെ ഏജ് കണ്ടുപിടിച്ചൂടെ? 100 മൈനസ് 60, ആൻസർ എത്ര? 40. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The average age of A and B is 36 and the average of B and C is 42. What is the difference between C and A? The average age of A and B. അപ്പം A യുടെയും B യുടെയും ആവറേജ് 2 നമ്പേഴ്സ് ഉണ്ട്, A പ്ലസ് B. ഇതിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവരുടെ സം A ഡിവൈഡ് ബൈ നമ്പർ A പ്ലസ് B ബൈ 2. എന്താണ് എന്ത്? 36. അപ്പം A പ്ലസ് B എന്ന് പറഞ്ഞാൽ എന്ത് വന്നു? 72 എന്ന് വന്നു. A പ്ലസ് B എന്ത് വന്നു? 72 വന്നു. ആദ്യത്തെ കേസ് ഇവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കേസ് ഇവിടെ നോക്കേ, the average age of B and C is 42. അപ്പം B പ്ലസ് C ഇതാണ് ഇവരുടെ സമ്മ്. എത്ര നമ്പർ ഉണ്ട്? 2 നമ്പർ ഉണ്ട്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ എന്ത് വന്നു? 42 വന്നു.
അങ്ങനെയാണെങ്കിൽ ഇവരുടെ സം എന്താ? ബി പ്ലസ് സി ഈക്വൽ ടു 42 ഇൻറ്റു 2 എത്ര വന്നു? 84 വന്നു അല്ലെ? നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സിയും എയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ബി പ്ലസ് സി ഈക്വൽ ടു എന്താണ് കിട്ടി? 84 ആണ് കിട്ടി. എ പ്ലസ് ബി ഈക്വൽ ടു എന്താണ് കിട്ടി? 72 ആണ് കിട്ടി. ഈ രണ്ട് ഇക്വേഷൻ മൈനസ് ചെയ്താൽ പോരെ? ഇവിടെ മൈനസ് ചെയ്യുന്ന സമയത്ത് ഈ പ്ലസ് ബിയും മൈനസ് ബിയും ക്യാൻസൽ ആയി പോയി. എന്ത് വന്നു? സി മൈനസ് എ ഈക്വൽ ടു 84. ഇവിടെ മൈനസ് ചെയ്യണ്ടേ? ലെഫ്റ്റ് സൈഡ് മൈനസ് ചെയ്താൽ റൈറ്റ് സൈഡ് മൈനസ് ചെയ്യണം. ഇവിടെ എന്ത് വരും? 2 1 12. സിയും എയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 12. അതാ ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The average weight of 12 articles is 18 kg. Addition of another new article reduce the average weight by 500 gram. What is the weight of the new article? Okay. ഇവിടെ നിങ്ങൾക്ക് അറിയാം, ഇപ്പം ഇപ്പൊ അറിയാം ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? സം ബൈ നമ്പർ ആണെന്ന് അറിയാം. ഓക്കെ, അപ്പം ആവറേജ് വെയിറ്റ് ഓഫ് 12 ആർട്ടിക്കിൾസ്, 12 ആർട്ടിക്കിളിന്റെ ആവറേജ് വെയിറ്റ് ആണ് എന്ത്? 18. അങ്ങനെയാണെങ്കിൽ അവരുടെ സം എന്താ? 12 ഇൻറ്റു 18 അല്ലേ? 12 ഇൻറ്റു 18 എത്ര? 9 2 1 216 അല്ലെ? അപ്പൊ സം എന്ത് വന്നു? 216 വന്നു. 12 ആർട്ടിക്കിളിന്റെ സം എത്ര? 216. ഇനി എന്താ? അഡീഷൻ ഓഫ് അനദർ ന്യൂ ആർട്ടിക്കിൾ റെഡ്യൂസ് ദ ആവറേജ് വെയിറ്റ് ബൈ 500 gram. ഇപ്പൊ ഇവരുടെ സമ്മത 216 ഉണ്ട് ഉണ്ടല്ലോ. ഇനി എന്താ? പുതിയൊരു മെമ്പർ പുതിയൊരു ആർട്ടിക്കിൾ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പൊ പുതിയ ആർട്ടിക്കിൾ എന്താന്ന് അറിഞ്ഞൂടാ, പ്ലസ് എണ്ണം കൊടുത്തു. പുതിയ ആർട്ടിക്കിൾ എന്താന്ന് അറിഞ്ഞൂടാ, അതിന്റെ വെയിറ്റ് എന്ത് കൊടുത്തു? എണ്ണം കൊടുത്തു. അപ്പം പുതിയ ആർട്ടിക്കിൾ എന്നാണ്? 12 ആർട്ടിക്കിൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. പുതിയൊരു ആർട്ടിക്കിൾ വരുമ്പോ എത്ര ആർട്ടിക്കിളിന്റെ എണ്ണം? ആർട്ടിക്കിളിന്റെ എണ്ണം 13 ആയി അല്ലെ? പക്ഷെ വേറൊരു കണ്ടീഷൻ കൂടെ ഉണ്ട്. പുതിയൊരു ആർട്ടിക്കിൾ വന്നപ്പം എന്തായിരുന്നു? Addition of another new article reduce the average weight by 500 gram. ആദ്യം എത്ര ആയിരുന്നു? ആദ്യം ഉണ്ടായിരുന്ന 18 കിലോഗ്രാം. 500 ഗ്രാം കുറഞ്ഞു. 500 ഗ്രാം എന്ന് പറഞ്ഞാല് 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം. 500 ഗ്രാം എന്ന് പറഞ്ഞാല് 0.5 കിലോഗ്രാം. പുതിയ ആരെയും കൂടെ ആഡ് ചെയ്തപ്പം ഈ 0.5 കിലോഗ്രാം കുറഞ്ഞു അല്ലെ? അപ്പൊ ആദ്യം ഉണ്ടായിരുന്നത് 18 ആയിരുന്നു. ആ 18 എന്ത് പറ്റി? ഒരു 0.5 കുറഞ്ഞു. അപ്പൊ എന്ത് വന്നു? 17.5 ആയി. കൺസെപ്റ്റ് മനസ്സിലായോ? ഒന്നുകൂടി പറഞ്ഞുതരാം. ദ ആവറേജ് വെയിറ്റ് ഓഫ് 12 ആർട്ടിക്കിൾ ഈസ് 18. 12 ആർട്ടിക്കിളിന്റെ ആവറേജ് വെയിറ്റ് 18 ആണ്. അപ്പൊ അവരുടെ സം എന്താ? നമ്മൾ കണ്ടുപിടിച്ചു 216 ആണ്. ആ 216ന്റെ കൂടെ പുതിയൊരു ആർട്ടിക്കിളും കൂടി ആഡ് ചെയ്തു. ഈ പുതിയ ആർട്ടിക്കിൾ ആഡ് ചെയ്യുമ്പോൾ പുതിയ ആർട്ടിക്കിൾ ആഡ് ചെയ്തു എന്നു പറഞ്ഞൊരു ആർട്ടിക്കിൾ ആഡ് ചെയ്തു. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ആദ്യം 12 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. പുതിയ ആർട്ടിക്കിൾ ആഡ് ചെയ്തപ്പോ എത്ര എണ്ണമായി? 13 എണ്ണമായി. അന്നേരം എന്താ പറ്റിയേ? അന്നേരം ആവറേജ് എന്ന് പറയുന്നത് 0.5 കുറഞ്ഞു. 18 എന്നുള്ളത് 0.5 കുറഞ്ഞ എത്രയായി? 17.5 ആയി. ഈ ക്വസ്റ്റ്യൻ വായിച്ച് കൺസെപ്റ്റ് വെച്ച് നമ്മൾ എഴുതിയാണിത്. ഇനി നോക്കാം, ഇത് സോൾവ് ചെയ്യാം. 216 പ്ലസ് n ഈക്വൽ ടു എന്ത് വന്നു? 17.5 ഇൻറ്റു 13. 17.5 ഇൻറ്റു 13 എത്ര? 7.5 ഇൻറ്റു 30. 5 15 22 5 5 7 1 2 7 7 12 1 2 227.5. 227.5. ഓക്കെ, അങ്ങനെയാണ് എന്നിന്റെ വാല്യൂ എന്താ? എന്ന് പറഞ്ഞാൽ എന്താ? എന്നിന്റെ വാല്യൂ എന്താ? 227.5 മൈനസ് 216 എത്ര വരും? 227.5 216 കുറയ്ക്കുമ്പോൾ എന്ത് വരും? 11.5. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? 11.5. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A cricket team has scored 156 runs in 30 overs. They need to score 275 in 50 overs. What is the average runs per over they need to score in the next 20 overs? ഒരു ക്രിക്കറ്റില് ആദ്യത്തെ 30 ഓവറിൽ 156 റൺസ് സ്കോർ ചെയ്തു. ആദ്യത്തെ 30 ഓവറിൽ 156 റൺസ് സ്കോർ ചെയ്തു. ഇനി എന്താ അവർക്ക് ആവശ്യം?
അവർക്ക് 50 ഓവറായിട്ട് എത്ര റൺസ് സ്കോർ ചെയ്യണം? 275 റൺസ് സ്കോർ ചെയ്യണം അല്ലെ? അതിൽ 30 ഓവറിലേ കഴിഞ്ഞുള്ളൂ. അങ്ങനെയാണെങ്കിൽ ബാക്കി 20 ഓവറിൽ അവര് സ്കോർ ചെയ്യേണ്ടതിന്റെ ആവറേജ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ആദ്യത്തെ 30 ഓവറിലായിട്ട് 156 റൺസ് സ്കോർ ചെയ്തു. ടോട്ടൽ അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാല് 50 ഓവറിലായിട്ട് 275 റൺസ് സ്കോർ ചെയ്യണം. അപ്പം ഈ 275 റൺസിലല്ലേ 156 സ്കോർ ചെയ്തേ അല്ലെ? ബാക്കി എത്ര ഉണ്ട്? ബാക്കി 119 റൺസ് ഉണ്ട് അല്ലെ? 50 ഓവർ ഉണ്ടായിരുന്നു. ആ 50 ഓവറിൽ 30 ഓവറിൽ അവര് കളിച്ചു അല്ലെ? 30 ഓവറിൽ കളിച്ചു കഴിഞ്ഞപ്പോ ബാക്കി എത്ര ഉണ്ട്? 119 ഉണ്ട്. ഈ 119 റൺസ് എത്ര ഓവറിലായിട്ട് അവർ ചെയ്യേണ്ടത്? 50-ൽ 30 കഴിഞ്ഞു. ബാക്കി എത്ര ഉണ്ട്? 20. അപ്പം 20 ഓവറിലായിട്ട് 119 റൺസ് സ്കോർ ചെയ്യണം വേണ്ടേ? അങ്ങനെയാണ് ഇവരുടെ ആവറേജ് എന്താ? 119/20. എത്ര വരും? 20 × 5 100, 5 പോയിന്റ്, 190 95, 5.95. ആൻസർ എന്താ? D2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The average weight of a group of 8 people is increased by 2.5 kg when a person weighing 80 kg joined in a place of one of the members of the group. The weight of the member replaced was. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ അർത്ഥം മനസ്സിലാക്കാം. The average weight of a group of 8 people was increased by 2.5 kg. Okay, എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ പറയാം, അവിടെ 8 പേരുണ്ടായിരുന്നു. ഈ 8 പേരുടെ ആദ്യത്തെ ആവറേജ് എന്താ? എത്രയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ എക്സ് എന്ന് എടുത്തു. ഓക്കെ, 8 പേരുടെ ആവറേജ് വെയിറ്റ് എന്ന് എടുത്തു? എക്സ് എന്ന് എടുത്തു. അപ്പൊ ഇവരുടെ സം എത്ര? 8x ആണ്. സം എത്രയാണ്? 8x ആണ്. ഇനി എന്താ പ്രത്യേകത? ഈ ഗ്രൂപ്പിൽ ഒരു പേഴ്സൺ പോയി, ആ പേഴ്സന്റെ വെയിറ്റ് എത്രയാണ് അറിഞ്ഞൂടാ, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആ പേഴ്സന്റെ വെയിറ്റിന് ജസ്റ്റ് എണ്ണം എടുക്കാം. അപ്പൊ ഈ 8x എന്ത് പോയി? എണ്ണ് പോയി. 8x എന്ത് പോയി? എണ്ണ് പോയി അല്ലെ? എൻ വെയിറ്റ് ഉള്ള ഒരാൾ പോയി. പകരം എന്താ? പകരം 80 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരാൾ വന്നു. ടോട്ടൽ ഇപ്പൊ സം 8x ആയിരുന്നു. അതിനകത്ത് എന്ത് പറ്റി? എത്ര വെയിറ്റ് ഉള്ള ഒരാൾ, എൻ വെയിറ്റ് ഉള്ള ഒരാൾ പോയി, പകരം 80 കിലോഗ്രാം ഉള്ള ഒരാൾ വന്നു. അന്നേരം ഇവരുടെ ആവറേജ് എന്ന് പറഞ്ഞാല് സം ബൈ നമ്പർ അല്ലേ? അപ്പൊ നോക്കേ, 8 പേരുണ്ടായിരുന്നു. 8 പേരിൽ നിന്ന് ഒരാൾ പോയെന്ന് പറഞ്ഞാൽ എത്ര പേരായി? 7 പേരായി. പക്ഷെ വീണ്ടും ഒരാളുടെ വന്നില്ലേ, അപ്പൊ എത്ര പേര് തന്നെയാ? 8 പേര് തന്നെ ഇല്ലേ അവിടെ ഉണ്ട്. അപ്പൊ നമ്മുടെ നമ്പർ എത്ര? 8 തന്നെയാണ്. ഈക്വൽ ടു എന്താ സംഭവിച്ചേ? ആവറേജ് വെയിറ്റ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് 8 പീപ്പിൾ ഇൻക്രീസ്ഡ് ബൈ 2.5 കിലോഗ്രാം. ആദ്യത്തെ ആവറേജ് എക്സ് ആയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ആവറേജ് എന്താ? അതിന്റെ കൂടെ 2.5 കിലോഗ്രാം കൂടെ കൂടി. ഇപ്പോഴത്തെ ആവറേജ് എക്സ് പ്ലസ് 2.5 ആണ്. എന്ന് പറഞ്ഞാൽ 8 പേരുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പില് അവരുടെ ആവറേജ് എക്സ്. ഇപ്പോഴത്തെ സം എന്ന് പറഞ്ഞാൽ 8x ആണ്. ഈ 8x എത്രയോ വെയിറ്റ് ഉള്ള ഒരാൾ പോയി, പകരം 80 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരാൾ വന്നു. അന്നേരം ഇവരുടെ ആവറേജ് എന്ന് പറഞ്ഞാല് ആദ്യം ഉണ്ടായിരുന്ന ആവറേജിനെക്കാട്ടില് എന്ത് കൂടി? 2.5 കൂടി. അതാണ് ക്വസ്റ്റിന്റെ കൺസെപ്റ്റ്. ഇനി നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. 8x മൈനസ് n പ്ലസ് 8 ഈസ് ഈക്വൽ ടു ക്രോസ് ചെയ്തു. 8x പ്ലസ് n 40 20. 8x പ്ലസ് 20 വന്നു. ഓക്കെ, ഇനി നോക്കേ, ഈ 8x-ഉം 8x-ഉം എന്തായി? ക്യാൻസൽ ആയി പോയി. 80 ഈ 20 ഇപ്പുറം വന്നു. 80 മൈനസ് 20 ഈക്വൽ ടു n. അപ്പം n എന്ന് പറഞ്ഞാൽ എത്ര വന്നു? 60 കിലോഗ്രാം. n എത്ര വന്നു? 60 കിലോഗ്രാം. അപ്പം n എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഇവിടെ? ആ ഗ്രൂപ്പിൽ നിന്ന് പോയ ആളുടെ വെയിറ്റ് അല്ലേ n? ആ ഗ്രൂപ്പിൽ നിന്ന് പോയ വെയിറ്റ് നമ്മൾ n ആയിട്ട് എടുത്തേ. ആ n കിട്ടി എത്ര? 60 കിലോഗ്രാം. ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നാണ് the weight of the member replaced was. റീപ്ലേസ് ചെയ്ത മെമ്പറിന്റെ വെയിറ്റ് എത്ര കിലോഗ്രാമാ? 60 കിലോഗ്രാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The average of 20 numbers is 80. 20 നമ്പേഴ്സിന്റെ ആവറേജ് 80 ആണ്. The average of first 10 number is 76.5. ആദ്യത്തെ 10 നമ്പേഴ്സിന്റെ ആവറേജ് 76.5 ആണ്. That of next 7 numbers is 82. അടുത്ത 7 നമ്പേഴ്സിന്റെ ആവറേജ് 82 ആണ്. ഓക്കെ, ഇത്ര ഓക്കെ ആണ്. പക്ഷെ the 18th number is 3 more than the 19th number but 3 less than the 20th number.
18ാമത്തെ നമ്പർ എന്ന് പറഞ്ഞാല് 19ാമത്തെ നമ്പറിനെക്കാട്ടിലും 3 കൂടുതലുമാണ്, 20ാമത്തെ നമ്പറിനെക്കാട്ടിലും 3 ലെസ്സുമാണ്. അങ്ങനെയാണെങ്കിൽ 18ാമത്തെ നമ്പറിന്റെയും 19ാമത്തെ നമ്പറിന്റെയും കൂടി ആവറേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യം ചർച്ച ചെയ്യാം. എന്താ പറയുന്നത്? 20 നമ്പേഴ്സിന്റെ ആവറേജ് എത്രയാന്ന് പറഞ്ഞു? 80 ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇവരുടെ സം എന്താ? 80 × 20 1600. സം എന്താണ്? 1600. ഇനി എന്താ ആവറേജ് ഓഫ് ഫസ്റ്റ് 10 നമ്പർ? ആദ്യത്തെ 10 നമ്പേഴ്സിന്റെ ആവറേജ് എത്ര? 76.5 ആണല്ലോ. അപ്പൊ ഇവരുടെ സം എന്താ? 10 × 76.5 എത്ര വന്നു? 765 വന്നു. ആദ്യത്തെ 10 നമ്പേഴ്സിന്റെ സം എത്ര വന്നു? 765 വന്നു. ഇനി നോക്കേ, അടുത്ത 7 നമ്പേഴ്സിന്റെ ആവറേജ് ആണ് എത്ര? 82. അപ്പൊ ഇവരുടെ സമം കണ്ടുപിടിക്കണം. 82 × 7 14, 56 വന്നു, 57 എത്ര വന്നു? 574 വന്നു. 10 നമ്പേഴ്സിന്റെ സമ 765, 7 നമ്പേഴ്സിന്റെ സമ 574. 574 765 കൂടെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 17 നമ്പേഴ്സിന്റെ സം കിട്ടും. കിട്ടത്തില്ലേ? ആഡ് ചെയ്ത് നോക്കാം. 765 + 574 5 4 9 13 13 1339 വന്നു. ഓക്കെ, ആദ്യം പറഞ്ഞിട്ടുണ്ട് 20 നമ്പേഴ്സിന്റെ ആവറേജ് ആണ് എത്ര? 1600 ആണ്. 20 നമ്പേഴ്സിന്റെ ആവറേജ് ആണ് 1600. അതില് 20 നമ്പേഴ്സിന്റെ സം ആണ് 1600. അതില് ആദ്യത്തെ 17 നമ്പേഴ്സിന്റെ സം എന്താ? 1339 ആണ്. അപ്പൊ നമുക്ക് മൈനസ് ചെയ്ത് നോക്കാം. 1600 - 1339 എത്ര വന്നു? 1 6 2 എത്ര വന്നു? 261. ഈ 261ന്റെ പ്രത്യേകത എന്താ? 17 നമ്പർ കഴിഞ്ഞു. ടോട്ടൽ എത്ര നമ്പർ ആയിരുന്നു ഉണ്ടായിരുന്നേ? 20 നമ്പർ ആയിരുന്നു. അപ്പൊ ബാക്കിയുള്ള 3 നമ്പേഴ്സിന്റെ സം അല്ലേ ഇത്? അല്ലെ? ടോട്ടൽ 20 നമ്പർ ഉണ്ടായിരുന്നു. 20 നമ്പറിന്റെ സം എന്ന് പറഞ്ഞാൽ 1600 ആണ്. അതിനകത്ത് 17 നമ്പറിന്റെ സം എന്ന് പറഞ്ഞാൽ 1339 ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി 3 നമ്പേഴ്സിന്റെ സം എന്താ? 1600 ന്ന് 1339 മൈനസ് ചെയ്തു. എത്ര വന്നു? 261 വന്നു. അല്ലെ? അപ്പൊ നോക്കേ, ഇനി കണ്ടീഷൻ പറയുന്നുണ്ട് അല്ലെ? ഇനിയത്തെ കണ്ടീഷൻ വെച്ചാൽ നോക്കണത്. ഇപ്പൊ നമുക്ക് 3 നമ്പേഴ്സിന്റെയും കൂടെ സം എന്ന് പറഞ്ഞാൽ 261 കിട്ടിയില്ലേ? ഇനി നോക്കേ, the 18th number is 3 more than the 19th number. അല്ലെ? അപ്പം 18th നമ്പർ അങ്ങ് x ആയിട്ട് എടുത്തു. അല്ലെ? 18th number is 3 more than the 19th number. 19th നമ്പറിനെക്കാട്ടി 3 കൂടുതലാണ് 18th നമ്പർ. അപ്പൊ 19th നമ്പറിനെ എന്തെടുക്കാം? x - 3 എടുത്തൂടെ? എടുക്കാം. ഇനി നോക്കേ, x - 3 എന്തുകൊണ്ട് എടുത്തേ? 18th number is 3 more than the 19th number. 19th നമ്പറിനെക്കാട്ടി 3 കൂടുതലാണ് 18th നമ്പർ. അപ്പൊ 19th നമ്പർ x - 3 ആണെങ്കിൽ ഇതിന്റെ കൂടെ 3 കൂടി ആഡ് ചെയ്യുന്നു. അല്ലെ? അപ്പം +3 - 3 പോയി. എന്ത് വന്നു? x വന്നു. ആദ്യത്തെ കണ്ടീഷൻ ഓക്കെ അല്ലേ? ഇനി നോക്കേ, ഇനി 20th നമ്പറിന്റെ കാര്യം പറയുന്നുണ്ട്. എന്താ? 3 less than the 20th number. പക്ഷെ 18th നമ്പർ എന്താ? 20th നമ്പറിനെക്കാട്ടില് 3 ലെസ് ആണ്. അപ്പൊ 20th നമ്പർ എന്തെടുക്കാം? x + 3 എടുത്തൂടെ? ഇനി നോക്കേ, x + 3 - 3 അല്ലെ? ഈ 18ാമത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? 20ാമത്തെ നമ്പറിനെക്കാട്ടി 3 ലെസ് ആണ്. 20ാമത്തെ നമ്പർ എടുത്തത് x + 3, അതിനെക്കാട്ടി 3 ലെസ് ആണെന്ന് പറഞ്ഞാൽ ഇത് രണ്ട് ക്യാൻസൽ ആയി പോയി. എന്തായാലും വന്നു? 18ാമത്തെ നമ്പർ തന്നെ വന്നു. അപ്പൊ നമുക്ക് 18ാമത്തെ നമ്പർ x ആയിട്ട് എടുക്കാം, 19ാമത്തെ നമ്പർ x - 3 ആയിട്ട് എടുക്കാം, 20ാമത്തെ നമ്പർ എന്തെടുക്കാം? x + 3 ആയിട്ട് എടുക്കാം. അല്ലെ? അപ്പം ഈ നമ്മുടെ എന്താ? ഈ 3 നമ്പേഴ്സിന്റെയും കൂടെ സമം നമ്മുടെ ഉണ്ട്. എത്ര ഉണ്ട്? 261 ഉണ്ട്. അപ്പൊ ആടി നോക്കുമ്പോ എന്താ? 1 2 3 എത്ര x ഉണ്ട്? 3x ഉണ്ട്. ഈ ആദ്യ സമയത്ത് +3 - 3 ക്യാൻസൽ ആയി പോയില്ലേ? അപ്പൊ 3x എന്ന് പറയുന്നത് എത്ര? 261. അതായത് x എന്ത് വരും? x എത്ര വരും? x ന്റെ വാല്യൂ നോക്കേ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 24 7 3 21. x ന്റെ വാല്യൂ എത്ര വന്നു? 87 വന്നു. x ന്റെ വാല്യൂ എത്ര? 87. പക്ഷെ വീണ്ടും ക്വസ്റ്റ്യനിലെ ടെസ്റ്റ് ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് x ന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അല്ല,
The average of 18th and 19th number. അപ്പം 18th നമ്പർ എന്താ? എക്സ് എല്ലാവരും 18th നമ്പർ എത്ര? 87. 18th and 19th നമ്പർ 19th നമ്പർ എന്താ? എക്സിനെക്കാട്ടി 3 ലെസ് ആണ്. അപ്പം എക്സ് എത്ര? 87. അപ്പൊ 19th നമ്പർ എന്താ? എത്ര? 87 മൈനസ് 3 എത്ര? 84 അല്ലെ? ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 171 അല്ലെ? പക്ഷെ സമ്മല്ല, ആവറേജ് ആണ് വേണ്ടത്. 171/2 8 16 I2 10 85.5. ആൻസർ എന്ത് വന്നു? 85.5. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കേ. A person bought 15 articles at rupees 70 per article. ഒരു ആർട്ടിക്കിളിൽ 70 രൂപ വെച്ച് 15 ആർട്ടിക്കിൾ വാങ്ങി. ഇനി 60 രൂപ വെച്ചിട്ട് 13 ആർട്ടിക്കിൾ വാങ്ങി. ഇനി 65 രൂപ വെച്ചിട്ട് 12 ആർട്ടിക്കിൾ വാങ്ങി. അങ്ങനെയാണെങ്കിൽ ആവറേജ് കോസ്റ്റ്. ആവറേജ് എന്ന് പറഞ്ഞാൽ ഇനി പറയണ്ടല്ലോ, സം ബൈ നമ്പർ ആണ് ആവറേജ്. അപ്പൊ നോക്കേ, 15 ആർട്ടിക്കിളിന്റെ ആവറേജ് ആണ് എന്ത്? അല്ല, ഒരു പേഴ്സൺ 15 ആർട്ടിക്കിള്, ഒരു ആർട്ടിക്കിൾ 70 രൂപ വെച്ച് 15 ആർട്ടിക്കിൾ വാങ്ങി. അപ്പൊ 15 ആർട്ടിക്കിൾ എത്ര രൂപയാവും? 15 × 70 അല്ലേ? 15 × 70 എത്ര? 15 1050. എത്ര വന്നു? 1080 അല്ലെ? ഇനി 13 ആർട്ടിക്കിള്, ഒരു ആർട്ടിക്കിൾ 60 രൂപ വെച്ച് 13 ആർട്ടിക്കിൾ വാങ്ങി അല്ലെ? അപ്പൊ ടോട്ടൽ എത്ര പൈസയാ? 13 × 60 എത്രയായി? 13 × 60 എത്രയായി? 780 ആയി. ഇനി 12 ആർട്ടിക്കിള്, ഒരു ആർട്ടിക്കിളിന് 65 രൂപ വെച്ച് വാങ്ങി. ഓക്കെ, അപ്പൊ ടോട്ടൽ എത്ര? 12 × 65. ഇതെന്താ? 780. അപ്പൊ ടോട്ടൽ എത്രയാ? ടോട്ടൽ സമ്മ ടോട്ടൽ എത്ര രൂപയ്ക്ക് നമ്മൾ വാങ്ങി? ആഡ് ചെയ്യണം. 3 ആഡ് ചെയ്യുമ്പോൾ 0, 8 × 16 16 × 21 7 × 14 15 16 1 1 2 എത്ര വന്നു? 2610 രൂപയ്ക്ക് നമ്മൾ വാങ്ങിയെല്ലാം കൂടെ അല്ലെ? പക്ഷെ നമുക്ക് വേണ്ടത് ആവറേജ് കോസ്റ്റ് ആണ്. ഇവിടെ നമുക്ക് സമ്മേ കിട്ടിയുള്ളൂ, സം ബൈ നമ്പർ. ഇനി എത്ര നമ്പർ ആണ് നോക്കണം. ഇവിടെ ഒരു 15 നമ്പർ ഉണ്ട്, ഇവിടെ ഒരു 13 ഉണ്ട്, ഇവിടെ എന്താ ഒരു 12 ഉണ്ട്. അപ്പൊ 15ഉം 12ഉം 13 എത്ര? 40 വന്നില്ലേ? അപ്പൊ ഇവിടുത്തെ ആർട്ടിക്കിളിന്റെ എണ്ണം എത്ര? 40. അപ്പൊ 2610/40 261/4. 261/4 എന്ന് പറയുമ്പോ എത്ര? 261/4 6 4 24 I4 20 then 25. ഓക്കെ, 65.25 വന്നു. ആൻസർ എത്ര വന്നു? 65.25. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The average temperature of first 3 days of a week is 23 degrees Celsius and the average temperature of next 3 days is 24 degrees Celsius and the average temperature of whole the week is 23.5 degrees Celsius. Find the temperature of the last days of this week. Okay. ഒരു ആൻസർ വീക്കിൽ എത്ര ഡേയ്സ് ഉണ്ടെന്ന് നമുക്കറിയാം? 7 ഡേയ്സ് ഉണ്ടെന്ന് അറിയാം, നമുക്കറിയാലോ. അതില് ആദ്യത്തെ 3 ദിവസത്തെ ആവറേജ് ആണ് എത്ര? 23. ആദ്യത്തെ 3 ദിവസത്തെ ആവറേജ് ആണ് എത്ര? 23. അപ്പൊ സം എത്ര? 16 ആണല്ലോ. അടുത്ത 3 ദിവസം നെക്സ്റ്റ് 3 ഡേയ്സ്, അടുത്ത 3 ദിവസത്തെ ആവറേജ് ആണ് എത്ര? 24. അപ്പൊ സം എത്ര? 24 × 3 4 12 7 എത്ര വന്നു? അടുത്ത 3 ദിവസത്തെ ആവറേജ് ആണ് എത്ര? 72 അല്ലെ? ഇനി എന്താ പറഞ്ഞേക്കുന്നേ? The average temperature of whole week. ഒരു വീക്കിൽ എത്ര ഡേയ്സ് ഉണ്ട്? 7 ഡേയ്സ്. അപ്പം 7 ഡേയ്സിന്റെ ആവറേജ് ആണ് എത്ര? 23.5. അപ്പൊ ഇതിന്റെ സം കിട്ടുമല്ലോ. ഇതിന്റെ സം എന്ന് പറഞ്ഞാൽ എന്ത് വരും? 23.5 × 7 7 35 21 24 എത്ര വന്നു? 164.5 വന്നു. വന്നില്ലേ? ഇനി നോക്കേ, 7 ദിവസത്തെ സം എന്ന് പറഞ്ഞാല് 164.5 അല്ലെ? അതിനകത്ത് 6 ദിവസം തന്നിട്ടുണ്ട്. 6 ദിവസത്തെ എത്ര? 3 ദിവസത്തെ 69, അടുത്ത 3 ദിവസത്തെ 72. അപ്പം 6 ദിവസം എത്ര? ഇത് തമ്മിൽ ആഡ് ചെയ്യണ്ടേ? 9 2 11 6 1 7 14 141 അല്ലെ? അതായത് 6 ദിവസം എത്ര? 141. 6 ദിവസം എത്ര?
6 ദിവസം എന്ന് പറഞ്ഞാൽ 141 7 ദിവസത്ത് 164.5. അങ്ങനെയാണെങ്കിൽ ബാലൻസ് ഉള്ള ലാസ്റ്റ് ഡേ എത്ര നമുക്ക് കണ്ടുപിടിച്ചൂടെ? 7 ദിവസത്ത് 164.5, ബാക്കിയുള്ള ദിവസം എത്ര? 141 മൈനസ് ചെയ്യുമ്പോൾ എന്താ? 23.5. അപ്പൊ ലാസ്റ്റ് ഡേയിലെ ടെമ്പറേച്ചർ എത്ര? 23.5°C. മനസ്സിലായോ? ഓക്കെ. അപ്പം NDSൽ പ്രീവിയസ് ആയിട്ട് ആവറേജ് ചോദിച്ചിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇതിലാണ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. താങ്ക് യു.